ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. കം ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ എടുത്താണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. പിന്നെ നമുക്കധികം സംസാരിക്കാനുള്ള ഇതൊന്നുമില്ല, ടൈമൊന്നുമില്ല. കാരണം ഇപ്പോൾ സമയം 9:10 കാണിച്ചു തരാം കേട്ടോ. 9:10 സമയം കണ്ട. അപ്പോൾ എനിക്കാണെങ്കിൽ 9:00 ക്ലാസ്സിലെത്തണം. അപ്പോൾ നമുക്ക് പോയി വന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഇന്ന് നോമ്പായതുകൊണ്ട് കുറച്ച് ക്ഷീണമുണ്ടോയെന്ന് വെച്ചാൽ ഇപ്പില്ല, വരുമ്പോഴേക്കും ടയർഡാവാം. അതാണ് നോമ്പായതുകൊണ്ട് കുറച്ച് വിഷമമുണ്ട്. നോമ്പിൻ്റെ ടൈമിലല്ലേ ബർത്ത്ഡേ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പോയി വന്നിട്ട് കാണാം. ഇനി അധികം പറഞ്ഞ് താമസിച്ച് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. അപ്പോൾ നമുക്ക് വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കെ. പിന്നെ 2 സർപ്രൈസ് ഉണ്ട്. അത് ഇക്കാക്ക് എനിക്ക് സെറ്റ് ചെയ്തേക്കാണ്. എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പോൾ നമുക്ക് സർപ്രൈസ് വന്നിട്ട് കാണാം. ഓക്കെ, ബൈ. ഉണ്ടല്ലോ ഗൈസ്, കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി. വേറൊന്നുമില്ല, എൻ്റെ ബർത്ത്ഡേ വിഷസ് ഒരുപാട് പേര് വാട്സപ്പിലായിട്ടും ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് വിഷസ് അറിയിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഓൾ. അപ്പോൾ നമുക്കിനി പോയി വന്നിട്ട് കാണാം. ഇനി ഞാൻ ഇടയ്ക്ക് ചെന്നില്ലെങ്കിൽ ടീച്ചറൊക്കെയാണ് അറ്റൻഡൻസ് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പോട്ടെ. മാത്രമല്ല ടീച്ചറൊക്കെ ചെറുതായിട്ട് ചീത്തയാക്കേണ്ടി വരും. എന്തിനാണ് വെറുതെ ബർത്ത്ഡേ ആയിട്ട് ചീത്തയാക്കണേ. പോയിട്ട് വരാം, ബൈ. ചേടാ, അപ്പോൾ ഞാൻ കോളേജിൽ നിന്നൊക്കെ വന്നു. പിന്നെ കോളേജിൽ ചെന്നപ്പോൾ ക്ലാസ്സൊന്നും തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട്. പിന്നെന്താ, കോളേജിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും വിശ്വാസം കിട്ടി. എന്നെ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരും വിഷ് ചെയ്തു. അതുപോലെ തന്നെ അവർക്കൊക്കെ താങ്ക് യു സോ മച്ച്. പിന്നെ ടീച്ചർമാർക്കെന്നും സാറുമാർക്കെന്നൊക്കെ വിശ്വസ് കിട്ടി. അവർക്കും താങ്ക് യു സോ മച്ച്. എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വേറെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിള്ളേരും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ മറ്റേ 3rd ഇയറിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അവരൊക്കെയൊന്നും വിശ്വസ് കിട്ടി. നന്ദിയുണ്ട്, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ സമയം 4:42, അതായത് 5 മണിയാവാൻ പോണ്. ഇപ്പോൾ 4:43 ആയിട്ടുണ്ട്. ഞാൻ വന്നിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീടിൻ്റെ അടുത്തുള്ള കടയിൽ സ്നാക്സ് കൊണ്ട് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ട് കൊടുത്തു. ഇനിയിപ്പോൾ നിസ്കരിക്കണം. ഇന്നത്തെ നോമ്പിന് ക്ഷീണമുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പറയുന്നു, നല്ല ക്ഷീണമുണ്ട്. ഇന്നലെയും നല്ല ക്ഷീണമുണ്ടായിരുന്നു, എന്നും നല്ല ക്ഷീണമുണ്ട്. ഇനി 5 മിനിറ്റ് കിടക്കും. അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് ഞാൻ തന്നെ കണ്ടതാണ്. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം ആ സർപ്രൈസ് എന്താണെന്നല്ലേ. വെയിറ്റ്. അപ്പോൾ ഗൈസ്, ഇതാണ് ആ സർപ്രൈസ്. എന്താണെന്നല്ലേ, കണ്ടോ? സത്യം പറഞ്ഞാൽ ഇത് അറിഞ്ഞിട്ടും കൂടി ഇല്ല ഇത് സർപ്രൈസ് ഉണ്ടെന്ന് കാക്ക പറഞ്ഞു. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കറിയായിരുന്നു എയർപോർട്ടിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു വെച്ചാൽ അതൊന്നും അല്ല, സർപ്രൈസ് വരും, കണ്ടോ എന്ന് പറഞ്ഞു.
എന്നിട്ട് ഞാൻ കോളേജ് വിട്ടു വന്നപ്പോൾ ചോദിച്ചു. അപ്പോൾ ഇക്കാക്ക് പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്ന് വരുമെന്ന് പറഞ്ഞാൽ. എനിക്കാണെങ്കിൽ ഇത് എന്താ പറയുക എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അവസാനം ഗൈസ് എന്താ പറയുക എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്ക് സോറി ആ ക്യൂരിയോസിറ്റിയൊക്കെ നിന്ന് സംഭവം കിട്ടിയപ്പോൾ സന്തോഷമായി. എന്തെന്നില്ലാത്തൊരു സന്തോഷം. അതെ, കുറച്ച് നേരത്തെ ഒരു സൗണ്ടൊക്കെ കിട്ടിയില്ലേ? ഉണ്ണീനെ വിളിക്കാറുണ്ട്. ഉണ്ണി അപ്പുറത്ത് വാപ്പിൻ്റെ അടുത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടത്. അപ്പോൾ ഇതുപോലത്തെ കുറേ സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കാം, ഓക്കെ? ഇതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. ഷോർട്സായി ഞാൻ ഇടാം. അല്ലെങ്കിൽ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എന്തായാലും എനിക്ക് ഇടണം. അപ്പോൾ ഞാൻ കാണിക്കുന്നതൊക്കെ, ഓക്കെ? അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് നോമ്പറക്കാൻ വേണ്ടിയിട്ട് സാധാ നോർമൽ വാട്ടർ ഉണ്ടായിരുന്നു, പിന്നെ ഈത്തപ്പഴം ഉണ്ടായിരുന്നു, പിന്നെ കുമ്മട്ടിങ് ഉണ്ടായിരുന്നു, പിന്നെ ചില്ലി ചിക്കൻ റോൾ ഉണ്ടായിരുന്നു, പിന്നെ സമൂസ ഉണ്ടായിരുന്നു, പിന്നെ കസ്കസ് ഇട്ട നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ പൈനാപ്പിൾ ജ്യൂസാണോ എന്നറിയില്ല, ഓറഞ്ച് ജ്യൂസാണോ എന്നറിയില്ല, അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ പള്ളിയിൽ ബാങ്കൊക്കെ കൊടുത്തു. ഞാൻ എന്നിട്ട് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നു. ഈത്തപ്പഴം കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ വെള്ളം കുടിച്ചു. ഇതൊന്ന് തൊണ്ടയിലെത്തിയപ്പോഴാണ് എനിക്ക് റിലാക്സേഷൻ തോന്നിയത്, അതായത് ഒരു ആശ്വാസം തോന്നിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുമ്മട്ടിങ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചില്ലി ചിക്കൻ റോൾ കഴിച്ചു. ഇതിൽ ചീസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിൽ മാത്രമേ ചീസ് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ ഇത് മസ്റ്റ് ട്രൈ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ചില്ലി ചിക്കൻ്റെ ഒരു മസാലയും ചീസൊക്കെ വെച്ചപ്പോൾ അടിപൊളിയായിരുന്നു. എനിക്ക് വീണ്ടും കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ വയറ് അപ്പം തന്നെ ഫില്ലായി. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരെണ്ണത്തിൽ ഒതുക്കി ഈ ഒരു സ്നാക്സ് മാത്രം കഴിച്ചുള്ളൂ. സമൂസ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഞാൻ കഴിച്ചില്ല, കാരണം വയറപ്പം തന്നെ ഫില്ലായി. ചിക്കൻ റോള് കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ നാരങ്ങ വെള്ളം കുടിച്ചു. കസ്കസ് ഇട്ടുണ്ടെങ്കിൽ എനിക്ക് നിർബന്ധമായിട്ടത് കുടിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഒരു ദിവസം നാരങ്ങ മാത്രമായിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കി, കസ്കസൊന്നും ഇടാണ്ട് നാരങ്ങ മാത്രം ഉപയോഗിച്ചിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കി. പക്ഷെ എനിക്ക് എന്തോ കുറച്ച് കുടിച്ചുള്ളൂ. പക്ഷെ അന്നത്തെ നോമ്പ് തുറന്നപ്പോൾ എന്തോ കംപ്ലീറ്റ് ആവാത്ത പോലെ തോന്നി. എന്താണെന്ന് അറിയില്ല. എനിക്ക് കസ്കസ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങ വെള്ളം കുടിക്കാൻ. ഞാനങ്ങനെ റെഡി ആവാൻ പോവാണ്. നമുക്ക് റെഡി ആയി വന്നിട്ട് കാണാം, ഓക്കെ? അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കേക്ക് കട്ട് ചെയ്തിട്ട് കാണാം, ഓക്കെ? അവിടെ കട്ട വെയിറ്റിങ്ങിലാണ്. ഞങ്ങൾക്ക് നല്ല ധൃതിയുണ്ട്, കാരണം വേറെ ഒന്നും ഉണ്ടല്ല. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാൻ. വേറെ ആൾക്കല്ല, എൻ്റെ ഉമ്മാടെ വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് കാണാം, ഓക്കെ? ബൈ. ചേടാ, അപ്പോൾ ഞാൻ നൈസായിട്ടൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ഒന്നാമത്തെ സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സസ്പെൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലാണ് എടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാനത് പറയാം. കേക്കിൻ്റെ കളറ് വൈറ്റാണ്. അപ്പോൾ ഇത് ഏതാണ്ട് വൈറ്റ് പോലെയാണ്. അപ്പോൾ മറ്റേ ഡ്രസ്സ് ഇട്ട് കാര്യമില്ല. അപ്പോൾ പറഞ്ഞ് അത് വേണ്ട, ഇതിട്ടാൽ മതിന്ന്. ഇതാണ് ഈ പുതിയതാണ്, അത് പുതിയതാണ്, എല്ലാം നല്ല. അപ്പോൾ ഇത് നല്ല മാച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് തന്നെ ഇടാണ്. അപ്പോൾ നമ്മളിപ്പോൾ കേക്ക് മുറിക്കാൻ പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഉമ്മയുടെ വീട് വരെ ഒന്ന് പോകും. പിന്നെ ഈ വോയിസ് ഓവറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഡയറക്റ്റായിട്ട് വോയിസ് ഓവർ കൊടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡബ് നല്ല മടിയുള്ളൂ പറയാല്ല. പക്ഷെ ഇനി ഡബ് ചെയ്തേ പറ്റൂ. വേറെ ഞാൻ കുറച്ച് വീഡിയോസും കൂടെ എടുത്തിട്ടുണ്ടായി, അതിൽ വോയിസ് ഓവർ കൊടുത്തേ പറ്റൂ. അപ്പോൾ അങ്ങനെ വാപ്പ പുറത്ത് പോയേക്കാണ്. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത്. പിന്നെ വാപ്പ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കേക്ക് കട്ട് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ ഉമ്മയുടെ വീട് വരെ ഒന്ന് പോകും. ഉമ്മയുടെ വീട് വെള്ളാങ്കല്ലൂരാണ്. അപ്പോൾ അവിടെ വരെ ഒന്ന് പോകും. എന്നിട്ട് ഞങ്ങളൊരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്യും. എന്നിട്ട് തിരിച്ചു പോരും. പിന്നെ കാക്ക തന്ന ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തന്നായിരുന്നു. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ എന്തായാലും ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടും. അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു പറയാം, ഓക്കെ? അപ്പം നമുക്ക് കേക്ക് മുറിക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ
അവരുടെ വീട് ജസ്റ്റ് ഒന്ന് കാണിക്കാം, അല്ലെങ്കിൽ മൊത്തത്തിലൊന്നും കാണിക്കൂല. പിന്നെ അവരൊന്നും കാണിക്കൂല. പിന്നെന്താ, നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, പക്ഷെ ഞാൻ വീഡിയോ കൂടുതൽ ലെങ്ത് ആക്കുന്നില്ല. ലെങ്ത് ആയിക്കഴിഞ്ഞാൽ എന്താ, കുറച്ച് എന്താ പറയുക, ആളുകൾക്ക് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അധികം എന്താ പറയുക, അധികം ലെങ്ത് കൂട്ടുന്നില്ല. ഓക്കെ. പിന്നെ ഞാൻ ഇവിടെ പറയണേ, ഞാൻ ഇപ്പോൾ ഡയറക്റ്റായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. നല്ല ചൂടുണ്ട് ഇപ്പോൾ, അതുകൊണ്ട് റൂമിൽ ഫാനിട്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞാൽ പോകും നമ്മുടെ വീട്ടിലേക്ക്. ഇപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 9:38 ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. കണ്ടോ, 9:38. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ നോമ്പ് നേരിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞല്ലോ. നോമ്പിന് ഇന്നത്തേക്കായിരുന്നു സ്പെഷ്യൽ. സമൂസ ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നു ഒരു ചീസ് റോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ കാണിക്കുമ്പോൾ പറയാം. അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്നാക്ക് ഉണ്ടായിരുന്നു. പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ നോർമൽ വാട്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, ഈത്തപ്പഴം ഉണ്ടായിരുന്നു, വാട്ടർമെലൺ ഉണ്ടായിരുന്നു. ഇത്ര സാധനം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇന്നത്തെ നോമ്പും അങ്ങനെ റാഹത്തായി പോയി. എല്ലാവർക്കും റാഹത്തായി എന്നാണ് എൻ്റെ എന്താ പറയുക, എൻ്റെ വിശ്വാസം. ഇന്നത്തെ നോമ്പ് പക്ഷെ നല്ല ക്ഷീണം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കംപ്ലീറ്റ് ചെയ്തു, അൽഹംദുലില്ലാ. പിന്നെന്താ, ഇനി നമുക്ക് പോയി വന്നിട്ട് ചിലപ്പോൾ കാണുള്ളൂ. കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നതല്ല. ഞാൻ അത്രക്ക് നല്ല ഇതായിരിക്കും. ചിലപ്പോൾ ഉമ്മാടക്കിലേക്കും ഫോൺ. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യണതിൻ്റെ വീഡിയോ അങ്ങനെ കൊടുക്കും. വന്നിട്ട് അപ്പം തന്നെ വൈൻഡപ്പ് ചെയ്യണതിൻ്റെ വീഡിയോ കൊടുക്കും. ഞാൻ അവിടുത്തെ ഉൾവശം ഒന്നും നടക്കൂല, പുറം വശം നോക്കട്ടെ. വീഡിയോ ലൈക്ക് എന്താ, വീട്ടിലത്തെ ലേറ്റുള്ള ഭാഗമൊക്കെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ പോണേൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമുക്ക് പോയി വന്നിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു എൻ്റെ ബർത്ത്ഡേ കേക്ക്. പക്ഷേ കളറ് മാത്രം വ്യത്യാസമുണ്ട്. ഇതിൽ വൈറ്റാണ്, പക്ഷേ എൻ്റെ കേക്കിൻ്റെ കളറ് പർപ്പിൾ കളറായിരുന്നു കേട്ടോ. പിന്നെ കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ എന്താ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്രീമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കേക്ക് ഇഷ്ടപ്പെടും. ഈ കേക്ക് ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമുകൊണ്ട് തന്നെ എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചോക്ലേറ്റ് ഫ്ലേവറാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കേക്ക്. പിന്നെ എനിക്ക് മറ്റേ ഒരു ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈത്താക്ക് ബിഗ് താങ്ക്സ്, ഈ ഹാമ്പർ സെറ്റ് ചെയ്തതിനും പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കി തന്നതിനും ബിഗ് താങ്ക്സ് സോ മച്ച്. ഈ കേക്കും അതുപോലെ തന്നെ ഈ ഹാമ്പറും സെറ്റ് ചെയ്ത് തന്നതിൽ ഇത്താനോടും അതുപോലെ തന്നെ ഈ സർപ്രൈസ് ഗിഫ്റ്റ് സെറ്റ് ചെയ്ത് തന്ന ഇക്കാക്കും ഒരു ബിഗ് താങ്ക്സ് സോ മച്ച്. ഈ ഒരു ജീപ്പ് ഈ ഹാമ്പറിൻ്റെ ഒപ്പം ഉണ്ടായതല്ല, ഇത് ഒരു ജീപ്പ് കേക്കിൻ്റെ മുകളിലായിട്ട് വെക്കേണ്ടതായിരുന്നു, ഞാൻ മറന്നു പോയിരിക്കാൻ. പിന്നെ ഈ ഒരു ചോക്ലേറ്റും പിന്നെ ആ ഒരു ഫോട്ടോയും പിന്നൊരു ഹെഡ്ഫോണും പിന്നെ മാമ എർത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും ആയിരുന്നു കേട്ടോ.
ഹാമ്പറിലുണ്ടായിരുന്നത്. പിന്നെ ഫ്ലവറും, ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഫ്ലവർ ഈ മറ്റേ ഒറിജിനലല്ല, മറ്റേ പ്ലാസ്റ്റിക്കാണ്. ഒരുപാട് പേരെന്നോട് ഫോട്ടോ കാണിച്ചപ്പോൾ ചോദിച്ചെന്നോട് മറ്റേ ഒറിജിനലാണോ, അതായത് ഒറിജിനലാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അല്ല, ഇത് പ്ലാസ്റ്റിക്കാണെന്നാണ് പറഞ്ഞത്. ഇത് പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ചിലപ്പോൾ നല്ല എന്തായാലും ഫ്രെയിം ചെയ്ത് വെക്കും. ഞങ്ങൾ ആദ്യം പോയത് തറവാട്ടിലേക്കാണ് കേട്ടോ. തറവാട്ടിലേക്ക് പോയി കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിൻ്റെ മുകളിൽ വീട്ടിലേക്കാണ് കേട്ടോ. ഞങ്ങൾ തറവാട്ടിയിൽ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല, കുറച്ച് നേരം സ്പെൻഡ് ചെയ്തോളൂ. ഇതേ നേരം തറവാട്ടിൽ സ്പെൻഡ് ചെയ്തില്ല, കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത്. കാരണം അവിടെ മഴ ആയതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് മഴ മറന്നവരെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ പോരാണ് കേട്ടോ ചെയ്തത്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഴ ജ്യേഷ്ഠത്തിൻ്റെ മുകളിലെ വീട്ടിലേക്കാണ് കേട്ടോ. ആദ്യം പോയത് തറവാട്ടിലേക്കാണ്. പക്ഷേ തറവാട്ടിൽ പോണതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം എഡിറ്റിങ്ങിൽ വ്യത്യാസം വരും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മാമിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാമിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ചെറുതായിട്ട് വേദന ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറവുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഈ വീഡിയോ പെരുന്നാൾ വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതായത് ഈ ട്രാവല്, കുക്കിങ്, ഷോപ്പിംഗ് അങ്ങനത്തെ ഇല്ല, അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പിന്നെന്താ, ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാകും. പിന്നെ റമദാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരുന്നാളുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് ചെറുതായിട്ട് തുടങ്ങിയാലോ എന്നുണ്ട്. നമുക്ക് നോക്കാം. പിന്നെന്താ, പിന്നെ ഷോർട്സ് വീഡിയോ ആയിരിക്കും പിന്നെ ഇടാൻ പോകുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ തറവാട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മോളുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, എൻ്റെ ഈ വോയിസ് ഓവറിലും പിന്നെ ഡയറക്റ്റായിട്ട് ഞാൻ വോയിസ് കൊടുത്തതിലും എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഞാൻ ഡയറക്റ്റായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിലെന്തെങ്കിലും ചിലത് കേൾക്കാത്തതായിട്ട് വരും. കാരണം വെച്ചാൽ എന്തെങ്കിലും ഓൾറെഡി മൈക്കിൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലതൊന്നും കേട്ടില്ലെന്ന് വരും. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെന്താ, നമുക്ക് ഇനി മൈക്കൊക്കെ മേടിക്കണം ഇൻഷാ അല്ലാ. ഈ ചാനലൊന്ന് മെച്ചപ്പെടട്ടെ, എന്നിട്ട് നമുക്ക് മേടിക്കാം കേട്ടോ ഇൻഷാ അല്ലാ. ഈ വീഡിയോ ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് പാടമാണ് കേട്ടോ. അവിടുത്തെ കാഴ്ച അടിപൊളിയാണ് കേട്ടോ. രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാത്തത്, പകലത്തെ കാഴ്ച അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ ഇതാണ് കേട്ടോ അവരുടെ വീടിൻ്റെ ഉൾവശം. ഇതാണ് എൻ്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇത് എനിക്ക് ഇത്താത്ത വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. ഞാൻ ആ മിററിൻ്റെ അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എവിടെ മിറർ കണ്ടാലും അപ്പോൾ ഫോട്ടോ എടുക്കണം. എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഞാൻ മാത്രമല്ല. പിന്നെ ഈ വീട്ടിൽ 3 ബെഡ്റൂമുണ്ട് കേട്ടോ. ഈ 2 ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ്, മറ്റേ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം അല്ല. പിന്നെ ഈ 2 റൂമും ലോക്ക് ചെയ്തേക്കാണ്, അല്ലെങ്കിൽ ഞാൻ ഉൾവശക്കൊന്ന് കാണിച്ചു തന്നേനെ. അതായത് ആ റൂമിൻ്റെ ഉൾവശക്കൊന്ന് കാണിച്ചു തന്നേനെ. കിച്ചണുണ്ട് കേട്ടോ, കിച്ചനും അടിപൊളിയാണ് കേട്ടോ. 2 ബെഡ്റൂമിൽ ലോക്ക് ചെയ്യാനുള്ള കാരണം അവിടുത്തെ പൂച്ച നടന്ന് കയറി സാധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ, ഈ ജനാലയിൽ കൂടെ മറ്റേ പാടത്തൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളി വൈബാണ്. നൈറ്റ് ആയതുകൊണ്ടാണ് കാണാത്തത്, അല്ലെങ്കിൽ നല്ല രസമാണ്. പിന്നെ ഇതാ കണ്ടില്ലേ, അടിപൊളി ലൈറ്റൊക്കെ ഉണ്ട്. ലൈറ്റ് എടുത്തോളം നല്ല ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ വീട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം എന്തായാലും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 11:48 ആയിട്ട് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ആ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ ഒരു മറ്റേ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം അല്ലാത്തതെന്ന് പറഞ്ഞില്ലേ, അവിടെ ബാത്റൂം ഇല്ല എന്നല്ല, ഹാളിൽ നിന്നുള്ളൊരു ബാത്റൂം ഉണ്ട്, ആ റൂമിൽ ബാത്റൂം ഇല്ല എന്നാണ് പറഞ്ഞത്. ഉമ്മയുടെ ജ്യേഷ്ഠത്തിൻ്റെ മോളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കുമ്മട്ടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മുന്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നു, ഓറഞ്ചും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ഞാനൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നടന്ന സർപ്രൈസ് അല്ല, അത് ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ ടീച്ചറും പിള്ളേരും കൂടെ എനിക്ക് തന്ന സർപ്രൈസാണ് കേട്ടോ. അതും ബർത്ത്ഡേക്ക് എനിക്ക് തന്ന സർപ്രൈസാണ് കേട്ടോ.
സത്യം പറയാലോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ക്ലാസ്സിലെ പിള്ളേർ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവർ ബർത്ത്ഡേ പാട്ടൊക്കെ പാടിയിട്ട് കേക്കും കൊണ്ട് വന്നത്. ശരിക്കും ഞാൻ ഞെട്ടി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ എനിക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസ് ഒരുക്കി തന്ന ടീച്ചർമാർക്കും പിള്ളേർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്ത കേക്കിൻ്റെ ഫോട്ടോയും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. പിന്നെ ഗൈസ്, ഞങ്ങൾ ആദ്യം പോയത് തറവാട്ടിലേക്കാണ്. അതിൻ്റെ വീഡിയോ മറ്റേ തറവാട്ടിലേക്ക് പോകുന്നതിൻ്റെ വീഡിയോ എൻ്റെ ഫോണിലായിരുന്നു എടുത്തത്. പക്ഷേ ഗാലറി മൊത്തത്തിൽ തപ്പിയിട്ട് കാണുന്നില്ല. എൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യം. പക്ഷേ ഇപ്പോൾ നോക്കിയിട്ടാണെങ്കിൽ കാണുന്നില്ല. എന്ത് പറ്റിയെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇപ്പോൾ തിരിച്ച് വന്ന വീഡിയോ മാത്രം എൻ്റെ ഫോണിലുള്ളൂ. തറവാട്ടിൽ ചെന്നപ്പോഴാണ് ഉമ്മയുടെ ഫോൺ എനിക്ക് തന്നത്. അതുകൊണ്ട് ഉമ്മയുടെ ജ്യേഷ്ഠത്തിൻ്റെ മോളുടെ വീട്ടിലേക്ക് പോണ വീഡിയോ ഒക്കെ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഗാലറി എടുത്ത് നോക്കുമ്പോഴാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ച് വന്നതിൻ്റെ വീഡിയോ മാത്രം കാണുള്ളൂ. എന്ത് പറ്റിയെന്ന് എനിക്കൊരു പിടുത്തമില്ല ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, ബൈ ദ വേ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ശരിയാക്കാം. പിന്നെ എൻ്റെ ഈ എഡിറ്റിങ്ങിലും അതുപോലെ തന്നെ വോയിസ് ഓവറിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. ഞാൻ അങ്ങനെ വീണ്ടും പറയാൻ കാരണം എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. നിങ്ങൾ വേണമെങ്കിൽ കൂട്ടിക്കോ. പിന്നുണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നാളെ ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ അത് ഇടാത്തതിൻ്റെ മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇടാണ്ട് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. മറ്റേ വീഡിയോ പിന്നെ, അതായത് അൺബോക്സിങ്ങിൻ്റെ വീഡിയോ പിന്നെ ഡയറക്റ്റായി കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് എനിക്ക് വോയിസ് ഓവർ കൊടുക്കണോണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടാനും ഞാൻ ഓക്കെയാണ്. ഉണ്ടല്ലോ ഗൈസ്, എനിക്ക് ഇക്കാക്ക ഹാമ്പർ ഗിഫ്റ്റ് ചെയ്തല്ലോ. അതിൽ ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു. നമ്മുടെ തലയിൽ കൂടെ വെക്കുന്ന ഒരു ഹെഡ്ഫോണില്ലേ, അതുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. വർക്ക് ചെയ്യുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. ഇക്കാക്ക പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ആ ഇക്കാക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കാക്ക അങ്ങനെ പറഞ്ഞത് കേട്ടോ. വർക്ക് ചെയ്യില്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. കുഴപ്പമൊന്നുമില്ല, സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ക്ലാസ്സിലെ പിള്ളേരും ടീച്ചർമാരും കൂടെ എനിക്ക് ചെറിയൊരു സർപ്രൈസ് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത് പോയി കണ്ടിട്ട് വായോ കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കും കേട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Now the joy is shining through. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കണില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. 12:08 പിന്നെ മാത്രമല്ല, ഉമ്മയുടെ ഫോണിലാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്. ഉമ്മയുടെ ഫോണിൽ ഇപ്പോൾ ഓഫാവുന്ന വീഡിയോ നിൽക്കണത്. അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യില്ല. നാളെ ഞാൻ അത്താഴത്തിന് തൊട്ട് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മുടെ ഫോൺ ഇപ്പോൾ ഓഫാവുന്ന മട്ടിലാണ്. ചാർജൊക്കെ തീരാനായി. അപ്പോൾ അതുകൊണ്ട് ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഫുഡിൻ്റെ കറി ചോദിക്കുകയാണെങ്കിൽ ഫുഡിന് കറി മോരുകറി ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്. ഒന്ന് സിമ്പിളുള്ള മെനു ആണ് ആക്കിയിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് നോമ്പിന് ചോറും എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും മോരുകറി അങ്ങനത്തെ എന്തെങ്കിലും മതി. അപ്പം അങ്ങനെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, പിന്നെ ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആവണം, പിന്നെ നിസ്കരിക്കണം, പിന്നെ കിടന്നുറങ്ങണം. എന്നിട്ട് നാളെ അത്താഴത്തിന് എഡിറ്റ് ചെയ്തിട്ട് മൊത്തം ഇടും.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഡയറക്റ്റായിട്ട് എന്താ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടർക്കും ലവ് യു ആൻഡ് ബൈ. അപ്പോൾ ഓക്കേടാ, ബൈ, ഗുഡ് നൈറ്റ്, അസ്സലാമു അലൈക്കും. പിന്നെ ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.